ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനും മോളും കൂടെ ഒന്ന് ഈവനിങ് വാക്കിന് ഇറങ്ങിയ സമയത്ത് ഒരു വീഡിയോ എടുത്തതാട്ടോ. ഇതാണ് എൻ്റെ 3U. അവൾക്കൊന്നും പിടികിട്ടുന്നില്ല, കാരണം ഞാൻ ഫോണിൽ ലൈറ്റ് കുറച്ച് വെച്ചുകൊണ്ട് അവൾക്കൊന്നും കാണുന്നില്ല മര്യാദയ്ക്ക്. അപ്പം അമ്മ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ഫോണൊക്കെ കുത്തനെ പിടിച്ചിട്ട് അതാണ് അവൾ നോക്കിക്കുന്നത്. ഈ ഒരു പോക്കുവെയിൽ കൊള്ളുക എന്ന് പറയുന്നത് നല്ല രസമാട്ടോ. കാരണം ഇതിൽ നമ്മുടെ ഫേസ് ഒന്നുകൂടെ ഭംഗിയായിരിക്കും കാണാൻ. കാരണം ഒന്നും കാണില്ല, കണ്ണും മുഖവും ഒന്നും മൊത്തത്തിലൊരു പുകമയായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ എൻ്റെ മോൾക്ക് രാവിലെ ഞാൻ കാണിച്ചിട്ടുള്ള ഓർക്കിഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ. എൻ്റെ വീട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി കുറച്ച് പൂക്കളുള്ള ചെടികളൊക്കെ വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം നടക്കട്ടെ. കാരണം ഈ ഒരു ഏരിയ കണ്ടോ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്. ഇവിടെയൊക്കെ പണ്ട് ബോഗൺവില്ല, റോസ്, ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഓരോരുത്തർ പോകുമ്പം പൂക്കളൊക്കെ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് കൊമ്പെടുത്ത് കൊണ്ടുപോയിരുന്നു കേട്ടോ, നമ്മളോട് ചോദിച്ചിട്ട്. ഇപ്പോൾ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. ഇത് എൻ്റെ മോള് വലിയ എക്സൈറ്റ്മെൻറ്റോട് കൂടി നോക്കുന്നത് മറ്റൊന്നുമല്ല. അമ്മ മോട്ടർ അടിച്ചിട്ട് ടാങ്ക് നിറഞ്ഞ് വെള്ളം വീഴുന്നുണ്ട്. അവൾ വെള്ളച്ചാട്ടമൊക്കെ കാണുന്ന പോലെ അത് നോക്കിയിട്ട് തന്നെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ബോഗൺവില്ല ഉണ്ടായിരുന്നു, അതിലിപ്പോൾ ഈ ഒരു വൈറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇത് അത്യാവശ്യം ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ പണ്ട് ചട്ടിയിൽ വളർന്നുകൊണ്ടിരുന്ന സാധനം കേട്ടോ. അത് ഞങ്ങൾ ഇത് മാത്രമായപ്പോൾ പിന്നെ പുറത്തേക്ക് എടുത്ത് കുഴിച്ചിട്ടതാണ്. ഇത് നമ്മൾ രാവിലെ ഡ്രൈ ആവാൻ വെച്ചിട്ടുള്ള ഐറ്റമാണ്. ഇപ്പം എന്തായാലും ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒന്നാണ്, ഞാൻ 5th സ്റ്റാൻഡേർഡിൽ എൻവയോൺമെൻറ്റൽ ക്ലബ്ബിലുണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 2 തൈ അന്നുണ്ടായിരുന്നു, 2 തൈ കൊടുക്കുന്ന പരിപാടികളൊക്കെ. അപ്പോൾ അന്ന് ഞാൻ വാങ്ങിച്ച ഒന്നാണ് ആര്യവേപ്പും ഒരു ഞാവലും ഉണ്ടായിരുന്നു. പക്ഷെ ഞാവൽ ഒരു പെണ്ണുങ്ങൾ പുല്ലരിയാൻ വേണ്ടി വന്നപ്പം അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. പക്ഷെ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ച സാധനമാണ്. പക്ഷെ കണ്ടാലൊക്കെ മനസ്സിലാവും, പിന്നെ ചിലവരുടെ സ്വഭാവമാണല്ലോ. ഇനി എൻ്റെ മോക്കൊന്നും വേണ്ട, കാരണം അവൾ അച്ഛൻ്റെ ബുള്ളറ്റ് അവളവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് അവൾക്ക് അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ, അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് അതിൻ്റെ അകത്ത് കയറിയിട്ട് സർക്കിറ്റ് അടിക്കുക എന്നുള്ള ഒരൊറ്റ മോഹമാണ്. അച്ഛൻ്റെ കൂടെ മുറ്റത്തൂടെ നടക്കുമ്പോഴാണെങ്കിലും, ഇനി എൻ്റെ അച്ഛൻ്റെ കൂടെ നടക്കുമ്പോഴാണെങ്കിലും, ആരുടെ കൂടെ നടക്കുമ്പോഴും അവൾക്ക് ഈ ഒരു ബുള്ളറ്റാണെങ്കിലും വണ്ടീനോടൊക്കെ കുട്ടികളാണല്ലോ ഒരു ക്രേസ് ഉണ്ടാവില്ല, അതിൽ കയറണം, സർക്കിറ്റ് അടിക്കണം, അങ്ങനെയൊക്കെ. പിന്നെ ഇതിനെ നോക്കി രാവിലെ നിൽക്കും. ഇതിന് ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നടന്നപ്പോഴാണ് ഈ ഒരു ഗ്രോ ബാഗ് കണ്ടത്. അപ്പോൾ എനിക്ക് എന്തായാലും വല്യമ്മ ഇന്നലെ തന്നിട്ടുള്ള ഒരു ശംഖുപുഷ്പത്തിൻ്റെ, ഞാൻ കുറേ അന്വേഷിച്ചതാണ്, ശംഖുപുഷ്പത്തിൻ്റെ വിത്ത് ഉണ്ടായിരുന്നു. അപ്പം അതെന്തായാലും അതിലങ്ങ് കുഴിച്ചിട്ടേക്കാന്ന് വെച്ചു. ആ ഗ്രോ ബാഗൊക്കെ പണ്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ കോലം തന്നെ കണ്ടില്ല, അത്രയും ദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, മണ്ണുണ്ടല്ലോ. പിന്നെ തൈ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മാറ്റി വേണമെങ്കിൽ കുഴിച്ചിട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ മഗ് എടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എൻ്റെ മോക്കത് തിന്നാൻ വേണ്ടി വേണം. അവൾ കൈ വായിലിടുന്നതിനേക്കാൾ കൂടുതൽ അവൾക്ക് എല്ലാ സാധനവും പെറുക്കി തിന്നുന്നൊരു സ്വഭാവം നന്നായിട്ടുണ്ട്. ഇപ്പോൾ കൈ അങ്ങനെ വായിലിട്ട് അധികം ഇതാക്കുന്നില്ല. പക്ഷേ അങ്ങനെ അവളൊരു ഇതിലങ്ങനെയാണല്ലോ, പ്രായത്തിൽ അങ്ങനെയാണല്ലോ, ഓരോ സ്റ്റേജാണല്ലോ. ഇനി അവളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ കുട്ടികളായതുകൊണ്ട് തന്നെ വെള്ളത്തിനോടൊരു ക്രേസായിരിക്കുമല്ലോ. അപ്പം ഞാൻ അവളങ്ങനെ കുറച്ച് കൈയൊക്കെ നനച്ചു കൊടുത്ത് അവളെ ഒന്ന് ഹാപ്പിയാക്കി നിർത്തി, എന്നാലേ എൻ്റെ പണി നടക്കുള്ളൂ. അപ്പോൾ ഞാൻ അതിലുള്ള കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഡ്രൈ ആയി കിടക്കുകയായിരുന്നു കേട്ടോ മണ്ണ്, കാരണം തീരെ ഉപയോഗിക്കായിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് സെറ്റാക്കുകയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ കന്നിക്കൂർക്കലിൻ്റെ ചെടിയാണ് കേട്ടോ കാണുന്നത്. അവൾ നൈസായിട്ട് അത് പറിച്ചിട്ട് വായിലേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ ഒന്നാമത്തത് കയ്യിൽ മണ്ണ് തട്ടിയിട്ടുണ്ട്. ഞാൻ വെള്ളത്തിൽ കൈ തട്ടിയിട്ട് കൈ കഴുകിയ ശേഷമാണ് ഞാൻ അവളെ വായിൽ നിന്നതൊക്കെ എടുത്ത് മാറ്റുന്നത്. വായിലേക്ക് ഇട്ടിട്ടില്ല, ജസ്റ്റ് കയ്യിൽ ഹോൾഡ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അവളെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ എൻ്റെ പണി വീണ്ടും തുടങ്ങിയത് കേട്ടോ. പക്ഷെ അവൾ നിൽക്കുന്നില്ല. എന്നാലും അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ നിൽക്കും. എങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണാനൊരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ പിന്നെ അവളെയും കൂട്ടി. ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ചിരിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, ഞാനിങ്ങനെ തോണ്ടിക്കൊണ്ട് നിന്ന സമയത്ത് അതിൽ നിന്ന് ചളി നേരെ തെറിച്ചിട്ട് എൻ്റെ മേത്തേക്കാട്ടോ ആയിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു മണ്ണല്ലേ, മണ്ണിൻ്റെ പക്ഷെ നമ്മളെ മേത്ത് തട്ടിയെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല, അത്രയും നല്ലതാണ്. നമ്മളങ്ങനെ ചെളിയിലും മണ്ണിലൊക്കെ ഇതാക്കുന്നത് അത്രയും നല്ല കാര്യമാണ് കേട്ടോ. ഇനി കുട്ടികളെ ആണെങ്കിലും അതിലേക്ക് ഇറക്കി വിടുന്നത് അവർക്കാണെങ്കിലും ഇമ്മ്യൂണിറ്റിക്ക് എല്ലാ കാര്യത്തിനും നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിൽ വലിയ മോശം വിചാരിക്കാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഇനി ആ വിത്ത് ഞാനവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അവൾക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അതും അവൾക്ക് തിന്നണം. എനിക്ക് വേറെ വഴിയില്ല, കാരണം എല്ലാ കാര്യങ്ങളും അവളെ കയ്യിൽ എന്ത് കിട്ടുന്നു, എൻ്റെ കയ്യിൽ എന്തുണ്ടോ, ആരുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും അവൾക്കത് തിന്നാൻ വേണം.
ഞാൻ കുറച്ച് റിസ്ക് ആയിരുന്നു, കാരണം അതിൻ്റെ കുഞ്ഞി വിത്താണ്. ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ വെച്ചിട്ട് പിന്നെ ഞാൻ ആലോചിച്ചു, അമ്മേനോട് പറഞ്ഞിട്ട് വിത്തൊക്കെ മാറ്റി വെപ്പിച്ചിട്ട് ഒരു കടലാസിലെങ്ങാനും എടുത്തു കൊണ്ടുപോയിട്ട് നേരെ പാകിയാൽ മതിയെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടോ. പക്ഷേ പിന്നെ തോന്നിയിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും എടുത്തു കഴിഞ്ഞു. പിന്നെ അമ്മേൻ്റെ പണികളിലായിരുന്നു. അപ്പോൾ വെറുതെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ, പിന്നെ അവളെ അങ്ങനെയൊക്കെ ശീലിപ്പിച്ച് കൊണ്ടുവരട്ടെ. അവളിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴും അവൾക്ക് മെയിൻ എന്ന് പറയുന്നത് ആ കന്നിക്കൂർക്കിൻ്റെ ഇല എടുക്കുക എന്നുള്ളതാണ്. അത് പിന്നെയും പറിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കന്നിക്കൂർക്കിലായതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട, കാരണം അവളുടെ കയ്യിലായിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേറെ വിഷച്ചെടിയൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ധൈര്യത്തിലാണ് നിന്നത്. ഇൻ കേസ് അവളുടെ വായിലേക്ക് കൊണ്ടുപോയാലും വലിയ പ്രോബ്ലം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടോ, അവളെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട് അവൾ വായിൽ, അതിന് ഒരു സ്മെല്ലും ചെറിയൊരു ഫ്ലേവറും ഉണ്ടാവില്ല എന്തായാലും അതിൻ്റെ നീരിന്. അതാണ് അവൾ ആ കൈ വായിലേക്ക് ഇടുന്നത്. കുട്ടികളാകുമ്പോൾ എന്തായാലും ഒക്കെ ഉണ്ടാവും, ഓരോ നിലത്തുനിന്ന് പെറുക്കി തിന്ന്, മണ്ണിലാണെങ്കിലും അങ്ങനെ തന്നെ. അവൾക്ക് മുറ്റത്തിറങ്ങാനൊക്കെ ഉള്ള മോഹമാണ്. അപ്പോൾ ഞാൻ കുറേശ്ശെ അതിലാ വിത്തിടുന്നുണ്ട്, സെറ്റാക്കുന്നുണ്ട്. എൻ്റെ മോൾ അവളുടെ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ട് നിൽക്കുന്നത്. ഡെയിലി നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഞാൻ മന്ത്രമൊക്കെ ചൊല്ലിയതിന് ശേഷമാണ് നേരെ അതൊക്കെ കളഞ്ഞ്, എന്ത് മന്ത്രം ചൊല്ലിയിട്ടും ഒരു കാര്യമില്ല. അതൊക്കെ എൻ്റെ ഒരു രസത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്നല്ലാതെ. അപ്പോൾ പിന്നെ കുറച്ച് വിത്തുകൾ നിലത്ത് വീണു പോയിട്ടോ, കാരണം ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന സമയത്ത് അത് പൊളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ചെറിയൊരു പ്ലാനിങ്ങിൽ പറ്റിയിട്ടുള്ള മിസ്റ്റേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനങ്ങനെ വീഡിയോ എടുക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ന് തന്നെ അത് കുഴിച്ചിടണമെന്നൊന്നും വിചാരിച്ചാൽ. അപ്പോൾ എന്തായാലും ആ ഒരു ഗ്രോ ബാഗും കൂടെ കണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ അത് ചെയ്തതെന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് പ്ലാനിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അങ്ങനെയായിട്ട് പ്രിപ്പയർ ചെയ്തൊന്നല്ല. അപ്പോൾ പിന്നെ അവൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവട്ടെ, അവളെയും കൂടി ഇൻവോൾവ് ചെയ്യിക്കണം എന്ന് തന്നെ തോന്നിയിട്ടാണ്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മളിങ്ങനെ കുട്ടികളെ കൊണ്ടൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാലാണെങ്കിലും ഇതിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മോളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയാണ്. അത് അവൾക്ക് വലിയ ഇഷ്ടമായി കേട്ടോ. അവൾ അവിടെ ഇരുന്നിട്ട് നല്ല നൈസായിട്ട് അതൊക്കെ ചെയ്യാൻ അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ഗ്രോ ബാഗ് കുറച്ച് നീട്ടി കൊടുത്തു ഇങ്ങോട്ടേക്ക്, കാരണം അവൾക്ക് കൈ അങ്ങോട്ട് എത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പാവം ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു രസം. പിന്നെ ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊന്നും അധികം നനയ്ക്കേണ്ട കാര്യമില്ല, കാരണം ഫസ്റ്റിൽ കുറച്ച് നനച്ചിട്ട് മണ്ണ് നനച്ചിട്ടാണല്ലോ ചെയ്തത്. അങ്ങനെ കണ്ടില്ലേ, എൻ്റെ ഫേസിലൊക്കെ കുറച്ച് ചളി തെറിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് എൻ്റെ ഡ്രസ്സിലും ഉണ്ട്, അധികമൊന്നുമില്ല, ചെറുതായിട്ട്. പക്ഷേ അതിൽ എനിക്കൊരു മോശവും തോന്നുന്നില്ല കേട്ടോ. മണ്ണിൽ പണിയെടുക്കുന്നത് അത്രയും നല്ലതാണ്. പിന്നെ സന്ധ്യയ്ക്ക് ഞങ്ങൾ വിളക്ക് വെച്ചു. ഇനിയിപ്പോൾ ജപത്തിൻ്റെയൊക്കെ സമയമായിട്ടോ. ജപത്തിൻ്റെ സമയമായപ്പോൾ തന്നെ ഞങ്ങൾക്ക് വിശപ്പിൻ്റെ ടൈം വന്നു. അങ്ങനെ ഈവനിങ്ങിൽ ഇരുന്ന് ചായ കുടിക്കുന്ന പരിപാടിയൊക്കെ കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ടൈമിലൊക്കെയാണ് ചിലപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഉപ്പുമാവ് അല്ലെങ്കിൽ അവിൽ നനച്ചതുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ്, അല്ലെങ്കിൽ ചിലപ്പോൾ ബേക്കറി ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് കഴിക്കും. പക്ഷേ ഇല്ലയെന്നുണ്ടെങ്കിൽ എപ്പോഴൊന്നും വാങ്ങില്ല. അപ്പോൾ ഒരു വേമസെല്ലിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓയിൽ ഒഴിച്ചു, കോക്കനട്ട് ഓയിൽ തന്നെയാണ് കേട്ടോ. പിന്നെ കടുക്, പിന്നെ ഉഴുന്ന്, ഞങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും, സിമ്പിൾ റെസിപ്പി തന്നെയാണ്. പിന്നെ ഇവിടെ പച്ചമുളക് എനിക്ക് അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ ഒരു സവാളയാണ് എടുത്തത്. ചെറിയുള്ളിയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്, പക്ഷേ എനിക്ക് ചെറിയുള്ളിയും ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർന്നു പോയതാണ് കേട്ടോ, കാരണം ഞങ്ങൾ കൂടുതലും വാങ്ങാറുണ്ട്. പക്ഷേ തീർന്നു പോയതുകൊണ്ട് ഞാൻ സവാള എടുത്തു, പിന്നെ ഒരു ഇഞ്ചിയുടെ കഷ്ണം, പിന്നെ കറിവേപ്പില, ഇത്രയും വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് വേമസല്ലി എടുത്തു. റോസ്റ്റഡ് വേമസല്ലിയാണ് കേട്ടോ, അതുകൊണ്ടാണ്, ഓൾറെഡി റോസ്റ്റഡ് ആണ്, അതുകൊണ്ടാണ് ആ കളറുള്ളത്. പിന്നെ ഞാൻ അതിൽ കുറച്ച് വെള്ളം ചേർത്തു, പിന്നെ മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു മൂടി വെച്ചിട്ടാണ് ഞാനത് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാവുന്ന ഒരു ഉപ്പുമാവാണ് കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ റവേൻ്റെ ഉപ്പുമാവ് തന്നെ പോലെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഇനിയാണ് മക്കളെ ട്വിസ്റ്റ് വരുന്നത്. ഞാൻ എന്ത് കാര്യത്തിന് ഇത് ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല, കാരണം ഇവിടെ ബാലൻസ് വരുന്ന കുറച്ച് ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് ഐസ്ക്രീം. അപ്പോൾ അതെനിക്ക് നേരത്തെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എളുപ്പപ്പണിക്ക് എന്താ ടേസ്റ്റ് എന്നും കൂടെ അറിയാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തതായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ച ചോക്ലേറ്റ് ഐസ്ക്രീമിനോട് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. ഐസ്ക്രീംസ് ബാലൻസ് വന്നാൽ അതിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ചെറിയൊരു ഫ്രൂട്ട് സാലഡായിട്ട് കഴിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ കുറച്ചുകൂടി ഒന്ന് വിപുലമാക്കിയതായിരുന്നു. പക്ഷെ അത് അട്ടർ ഫ്ലോപ്പായിരുന്നു കേട്ടോ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ആലോചിച്ചു. ഇതിൽ ആ ഉപ്മാവിൻ്റെ കൂടെ ആ പഴം കടിക്കുമ്പോൾ മാത്രം ഒരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് വന്ന് കഴിക്കുമ്പോഴത്തേക്ക് ഇതാ ചോക്ലേറ്റ് ഐസ്ക്രീം ഇതുപോലെ നന്നായിട്ട് മെൽറ്റായി പോയിട്ടുണ്ടായിരുന്നു.
എന്തിന് ചെയ്തു എന്ന് പിന്നെ ഞാൻ ആലോചിച്ചു. ഭയങ്കര മധുരവും തോന്നി. എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ, സത്യം പറയാലോ. ആ ഉപ്മാവ് വെറുങ്ങനെ കഴിച്ചാൽ മതിയായിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഐസ്ക്രീം വെറുതെ കഴിച്ചാൽ മതിയായിരുന്നു. ഇനി ചോക്ലേറ്റ് ഐസ്ക്രീം ആയതുകൊണ്ടാണോ അതിൽ കോമ്പിനേഷൻ ഇല്ലാത്തത്, വാനില ആയാൽ നന്നാവുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഫ്ലോപ്പായിരുന്നു കാര്യം. വയറ് ഭയങ്കരമായിട്ട് ഫുള്ളായിപ്പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ മോൾ അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആ കഴിക്കലൊക്കെ കഴിഞ്ഞ് അവളുടെ കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.